എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, നിലമ്പൂരിലെ മലപ്പുറത്തെ കോൺഗ്രസുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെയൊക്കെ വഴികാട്ടിയാണ്, ഞങ്ങളുടെയൊക്കെ എന്റെ പിതാവ്. എന്റെ പിതാവിന്റെ ആഗ്രഹവും അഭിലാഷവും അതുപോലെ തന്നെ വി പ്രകാശിന്റെ അഭിലാഷവും ഒക്കെ പൂർത്തീകരിക്കുക എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ലക്ഷ്യം. വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ശക്തിയും എന്റെ ദൗർബല്യവും ഒക്കെ എന്റെ പിതാവാണ്. എന്റെ പിതാവില്ലാത്ത ഒരു സാഹചര്യത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അദ്ദേഹത്തിന്റെ ശക്തിയും അദ്ദേഹത്തിന്റെ അസാന്നിധ്യം, ഭൌതികമായ അസാന്നിധ്യമാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഓർമ്മയുടെ ആ ശക്തിയിൽ നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്തൊക്കെയായാലും അദ്ദേഹത്തിന്റെ അഭിലാഷം പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് ഒറ്റ അഭിലാഷം ഉണ്ടായിരുന്നുള്ളൂ. അതാര് എന്നല്ല, ഞാൻ എന്നല്ല, ആരായാലും, അത് ഞാനായാലും ജോയി ആയാലും വേറെ ആരാണെങ്കിലും നിലമ്പൂർ തിരിച്ചു പിടിക്കുക, നിലമ്പൂർ നഷ്ടപ്പെട്ട നിലമ്പൂരിനെ തിരിച്ചു പിടിക്കുക എന്ന ഒരു വലിയ ആഗ്രഹം പുള്ളിക്ക് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു. അതിന്റെ ഒരു സഫലീകരണം ആണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കേണ്ടത് എന്ന് ഞങ്ങളൊക്കെ ചിന്തിക്കുന്നു, ഞങ്ങളൊക്കെ വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനം അദ്ദേഹത്തിന്റെ കബറിടത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിനോട് നേരിട്ട് സംസാരിച്ച് ഞങ്ങളതിനു വേണ്ടി ഇറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങണമെന്ന് ഞങ്ങൾ വിചാരിച്ചത്. അതിനുവേണ്ടിയാണ് ഇന്ന് രാവിലെ തന്നെ ഇവിടെ കബറിടത്തിലേക്ക് എത്തിയത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒറ്റക്കെട്ടായി നിന്ന് നിലമ്പൂരിൽ UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. ഞാനാണെങ്കിലും ജോയി ആണെങ്കിലും ഞങ്ങളൊക്കെ യോഗ്യതയുള്ളവരാണ്. എല്ലാവരും സ്ഥാനാർത്ഥിയാവാൻ യോഗ്യതയുള്ളവരാണ്. പക്ഷെ ഒരാൾക്കേ മത്സരിക്കാൻ കഴിയൂ. പാർട്ടി ആ ഉത്തരവാദിത്തം എന്നെയാണ് ഏൽപ്പിച്ചത്. അത് എന്റെ യോഗ്യത കൂടുതലുള്ളത് കൊണ്ടൊന്നുമല്ല. പക്ഷേ പാർട്ടി ഓരോ തീരുമാനങ്ങൾ ഓരോ സാഹചര്യത്തിൽ പല ഘടകങ്ങളും കണക്കിലാക്കിക്കൊണ്ടായിരിക്കും പാർട്ടി തീരുമാനമെടുക്കുക. ആ തീരുമാനം, ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എന്നെ നിയോഗിച്ചതുകൊണ്ട് ആ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിലമ്പൂരിലെ UDF ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. ഒരു വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ തിരിച്ചു പിടിക്കാൻ ആവും എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഇന്നു മുതൽ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നത്. ഒരു സെക്കൻഡ് മൈക്ക്